എടി നീ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വീട്ടു ജോലി തന്നെ അല്ലേ? എടാ ഈ കെയർ ഗീവർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീട്ടുജോലി അല്ല. എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. അത് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. ഞാനീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഉണ്ട് പറ. എടാ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ നേഴ്സുമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ രോഗികളുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നില്ലേ? അതേ സെയിം കാര്യം നമ്മളൊരു വീട്ടിൽ നിന്ന് പ്രായമായി കിടപ്പായ രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ ഇത് ഒരിക്കലും ഒരു വീട്ടുജോലിയല്ല. 30,000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സാലറി ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓടി അത്രയും കിട്ടൂ? എടാ അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കത് മാത്രമല്ല, ഇതിന്റെ കൂടെ IELTS കൂടി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇതൊക്കെ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ കോട്ടയത്ത് എറണാകുളത്തൊക്കെ പോയി തപ്പി പിടിക്കണ്ടേ? എന്തിനാ നമ്മുടെ ഈ കോന്നിയിലുള്ളപ്പോ? കോന്നിയിലെവിടെ? കോന്നിയിലെ ഡ്രീം ട്രീ 2 വർഷത്തോളം ഈ സ്ഥാപനം നമ്മുടെ കോന്നിയിലായിരുന്നു. ഇപ്പൊ അവിടുത്തെ സ്ഥലപരിമിതി കാരണം കോന്നി ചാങ്കൂർ ജംഗ്ഷനിൽ വിപുലീകരിച്ച ഒരു ബ്രാഞ്ച് കൂടി അവർ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നീ ഇത്രയും പറഞ്ഞല്ലേ, നീ എന്തായാലും പോയി നോക്കാം. എന്നാ പോയി നോക്കാം. മാഡം എവിടെ നിന്നായിരുന്നു വരുന്നത്? ഞാൻ വകയാറെന്നാണ് വരുന്നത്. ഓക്കെ, പേരെന്താണ്? പ്രശാന്തി. ഏത് കോഴ്സാണ് നോക്കുന്നത്? എനിക്ക് കെയർ ഗിവിംഗും IELTS ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇപ്പൊ കെയർ ഗീവർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് 10th ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. പിന്നെ IELTS നമുക്ക് ലാംഗ്വേജ് കോഴ്സാണ് വരുന്നത്. മെയിനായിട്ട് ഏജ് ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. ഒരു 80 തൊട്ട് നമുക്ക് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 55 വരെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഡിപ്ലോമ കോഴ്സാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കെയർ ഗീവർ. പിന്നെ GD എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ്. പിന്നെ GN കോഴ്സ് ഉണ്ട്, ജനറൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഫസ്റ്റ് നമുക്ക് കെയർ ഗീവറിന്റെ ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ കെയർ ഗീവറിന്റെ ക്ലാസ് റൂംസ്. ഇത് പഠിപ്പിക്കുന്ന മിസ്സാണ്, 5 മിസ്സാണ് ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ലാബും ഉണ്ട്. ലാബും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ലാബ് വരുന്നത്. അപ്പം നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ CPR കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മാഡത്തിന് ഇപ്പോൾ എല്ലാ കോഴ്സിനെ കുറിച്ചൊരു ധാരണയായല്ലോ. അപ്പം ഞാൻ ഓരോ കോഴ്സും എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് കെയർ ഗിവറിൻ്റെ. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ കോഴ്സിന്. അപ്പം നമുക്ക് ഇതിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കിടപ്പ് രോഗിയായിട്ടുള്ള പേഷ്യൻസിനെ അവരെ എങ്ങനെ കെയർ ചെയ്യണം, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ബെഡിനായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻസിന് എങ്ങനെ അവർക്ക് CPR കൊടുക്കാം, അതുപോലെ അവർ എങ്ങനെ ഡൈപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫീഡിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബെഡ് സോർ, അവർ വൂണ്ട് ക്ലീൻ ചെയ്യുക, അവർക്ക് എങ്ങനെ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ 1 ഇയർ കോഴ്സ് നമ്മുടെ ഡ്രീം ട്രീ ഇത് 1 മന്ത് അല്ലെന്നുണ്ടെങ്കിൽ 3 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പോൾ മേഡം ക്രാഷ് ആയിട്ട് ഇത് പഠിക്കാം. പഠിച്ചിറങ്ങി നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയറിൻ്റെ ആണ്. ക്രാഷ് പഠിച്ചെന്ന് പറഞ്ഞാലും സർട്ടിഫിക്കേഷൻ നമ്മൾ 1 ഇയറിൻ്റെ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് 10ാം ക്ലാസ് ഫെയിലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോലും കോഴ്സ് പഠിക്കാം. നമ്മളൊരു പേഷ്യൻസിനെ കെയർ ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. അപ്പൊ നമ്മുടെ GD കോഴ്സിന്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാമോ? ഓക്കെ, GD ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ മാത്രമല്ല, നമുക്ക് പേഷ്യൻസ് കെയർ ആയിട്ടും വർക്ക് ചെയ്യാം, ഹോസ്പിറ്റൽ ഫീൽഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് GD. അപ്പം നമുക്കൊരു 6 മന്ത് കോഴ്സാണ് ഡ്യൂറേഷൻ വരുന്നത്. ഡ്രീം ട്രീ ഞങ്ങളത് 3 മന്ത് കൊണ്ട് ക്രാഷ് കോഴ്സായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും. നമുക്ക് കേരളത്തിൽ ഹോസ്പിറ്റലായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വിത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷനോടാണ് നമ്മൾ തരുന്നത്, സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ലാംഗ്വേജ് കോഴ്സ് ഏതൊക്കെ ഇവിടെ ഉള്ളത്? നമുക്ക് ലാംഗ്വേജ് കോഴ്സസ് സ്പോക്കൺ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ ലേൺ ഇംഗ്ലീഷ് കോഴ്സ് വരുന്നുണ്ട്, പിന്നെ IELTS ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ്. പഠിക്കുന്ന സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് സെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ HR മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഓഫ്ലൈൻ മാത്രമാണ് വരുന്നത് അതോ? നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൂരത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം സ്ട്രീറ്റിൽ തന്നെ ലേഡീസ് ഹോസ്റ്റല്, ബോയ്സ് ഹോസ്റ്റല്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡും അക്കോമഡേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്.
ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസിന് ലൈവായിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ. ലൈവ് സെക്ഷൻ ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുവാന്ന്? നമ്മൾ 100% പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഹെഡ് ഓഫീസ് വരുന്ന കുവൈറ്റ് ആണ്. എബ്രോഡ് ഞങ്ങൾക്ക് GCC കുവൈറ്റ് വരുന്നുണ്ട് ബ്രാഞ്ചസ്, പിന്നെ ബഹ്റൈൻ വരുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് പത്തനംതിട്ട കോന്നിലാണ് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എബ്രോഡ് 100% ജോബ് ഗ്യാരണ്ടി നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയറിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡ്രീംസ് ട്രീ. ലൊക്കേഷൻ വരുന്നത് കോന്നി അട്ടച്ചാക്കൽ പോകുന്ന റൂട്ടിൽ ചാങ്കൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിങ് അക്കാഡമി ഉള്ളത്.